രാഷ്ട്രീയ കേരളത്തിലെ ശക്തനായ നേതാവ്, CPIയുടെ സമാരാധ്യനായ നേതാവ് കാനം രാജേന്ദ്രൻ എന്ന രാഷ്ട്രീയ നേതാവ് മരണമടഞ്ഞിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമാണ് പിന്നിടുന്നത്. അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ഉടനെ തന്നെ ഒരു സംസ്ഥാന സെക്രട്ടറി വരുന്നു. ബിനോയ് വിശ്വം ആ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുന്നു. ഇപ്പോൾ നിലവിൽ ബിനോയ് വിശ്വത്തിന്റെ സ്ഥാനത്തെ ചൊല്ലി അല്ലെങ്കിൽ CPIയുടെ സംസ്ഥാന സെക്രട്ടറിയായി ബിനോയ് വിശ്വത്തെ നിയമിച്ചതിന്റെ ഭാഗമായി പൊട്ടിത്തെറി നടക്കുകയാണ് CPI. വിവിധ മാധ്യമങ്ങളിൽ തനിക്ക് ശേഷം CPIയുടെ സംസ്ഥാന സെക്രട്ടറിയായി ആര് വരാനാണ് ആഗ്രഹമെന്ന് ചോദിച്ചപ്പോഴൊക്കെ ബിനോയ് വിശ്വത്തിന്റെ പേരാണ് കാനം രാജേന്ദ്രൻ പറഞ്ഞത്. പക്ഷെ നിലവിൽ ബിനോയ് വിശ്വത്തിന്റെ സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം വളരെ രൂക്ഷമായി തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബിനോയ് വിശ്വത്തെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് നിയമിച്ചതിൽ ഏറ്റവും രൂക്ഷമായ വിമർശനവുമായി മുമ്പിൽ എത്തിയിരിക്കുന്നത് KE ഇസ്മയിലാണ്. KE ഇസ്മയിൽ പറയുന്നത് വളരെ വ്യക്തമാണ്. അദ്ദേഹം പറയുന്നത് ഇന്നേ വരെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരാളെ നിയോഗിക്കുന്നതിൽ ഈ രീതി ആയിരുന്നില്ല പിന്തുടർന്ന് വന്നിരുന്നത്. നിലവിലുള്ള CPIയുടെ രീതികളെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ഒരു പിന്മുറക്കാരനെ കൊണ്ടുവരുന്നു, ധൃതിയിൽ കൊണ്ടുവരുന്നു, കീഴ്വഴക്കങ്ങളൊക്കെ തെറ്റിച്ച് ബിനോയ് വിശ്വത്തെ സംസ്ഥാന സെക്രട്ടറി ആക്കുന്നു. ഈ രീതി ശരിയല്ല. ഈ നയമായിരുന്നില്ല CPI ഒരു സംസ്ഥാന സെക്രട്ടറിയെ നിയോഗിക്കുന്നതിൽ എടുത്തിരുന്നത്. ആ രീതിയിൽ നിന്ന് പിന്മാറണം എന്ന കടുത്ത ആരോപണമാണ് KE ഇസ്മയിൽ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതുവരെയും CPIയുടെ നേതൃത്വത്തിലേക്ക് ഒരാൾ കടന്നു വരുമ്പോൾ അയാളെ ഒരു പിന്തുടർച്ചാവകാശിയായി കൊണ്ടുവന്നിട്ടില്ല. അദ്ദേഹത്തെ പാർട്ടി തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയിലെ അംഗങ്ങൾ ഒരുമിച്ച് കൂട്ടായി തീരുമാനമെടുത്തതിന്റെ പുറത്ത് മാത്രമേ ഒരാളെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി പദവിയിലേക്ക് എത്തിച്ചിട്ടുള്ളൂ. അത് അത്രയും വലിയ പദവിയാണ്. അവിടേക്ക് ചുമ്മാ ഒരാളെ കൊണ്ടുചെന്നിരുത്താൻ കഴിയില്ല എന്നാണ് KE ഇസ്മയിൽ പറയാതെ പറയുന്നത്. പിന്നീട് അദ്ദേഹം വ്യക്തമാക്കുന്ന മറ്റൊരു വിഷയം മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. CPIയുടെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് തനിക്ക് ശേഷം ബിനോയ് വിശ്വം വരണമെന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹമെന്ന് അദ്ദേഹം വിവിധ മാധ്യമങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഷുഗർ ബാധിച്ച് കാൽപാദം മുറിച്ചു മാറ്റി ആശുപത്രി കിടക്കയിൽ കിടക്കുമ്പോൾ പോലും 3 മാസത്തെ അവധിയെടുത്ത് കൊടുത്ത കത്തിൽ അദ്ദേഹം തനിക്ക് ശേഷം ബിനോയ് വിശ്വത്തെ കൊണ്ടുവരണമെന്നോ അല്ലെങ്കിൽ താനില്ലാത്ത അവസ്ഥയിൽ അവിടെ ബിനോയ് വിശ്വത്തെ നേതൃത്വത്തിലേക്ക് ഏൽപ്പിക്കണമെന്നോ CPIയിലെ ചില നേതൃത്വങ്ങൾ പറഞ്ഞിരുന്നത്. പക്ഷേ KE ഇസ്മയിൽ പറയുന്നത് അത്തരത്തിൽ യാതൊരു കത്തും തന്റെ പക്കൽ ലഭിച്ചിട്ടില്ല, അത്തരത്തിൽ യാതൊരു കത്തും കാനം രാജേന്ദ്രൻ എന്ന മുൻ സംസ്ഥാന സെക്രട്ടറി നൽകിയിട്ടില്ല എന്നാണ് KE ഇസ്മയിൽ വ്യക്തമാക്കുന്നത്. CPIയിൽ ഒരു സമയത്ത് വളരെ ശക്തമായി നിന്നിരുന്ന പക്ഷമായിരുന്നു KE ഇസ്മയിലിന്റെ പക്ഷം. അംഗബലത്തിലാണെങ്കിലും ആശയപരമായ ബലത്തിലാണെങ്കിലും ഒക്കെ വളരെ ബലപ്പെട്ട് നിന്നിരുന്ന ഒരു പക്ഷമായിരുന്നു KE ഇസ്മയിലിന്റെ പക്ഷം. പക്ഷെ ആ സമയത്താണ് കാനം രാജേന്ദ്രൻ എന്ന സമാരാധ്യനായ നേതാവ് CPIയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ നേതൃത്വം ഏറ്റെടുക്കുന്നത്. അതോടുകൂടി കാനം രാജേന്ദ്രന്റെ പക്ഷത്തോടൊപ്പം ഏറ്റുമുട്ടി നിൽക്കുവാനുള്ള കരുത്തില്ലാത്ത തരത്തിലേക്ക് KE ഇസ്മയിലിന്റെ പക്ഷം ദുർബലപ്പെട്ടു പോവുകയായിരുന്നു. ഇപ്പോഴും കാനം രാജേന്ദ്രന്റെ പക്ഷം വളരെ ശക്തമാണ് CPIയിൽ. അതുകൊണ്ട് തന്നെയാണ് കാനം രാജേന്ദ്രൻ എന്ന CPIയുടെ സംസ്ഥാന സെക്രട്ടറി മരണപ്പെട്ടതിനു ശേഷം ആ സ്ഥാനത്തേക്ക് ബിനോയ് വിശ്വത്തെ കൊണ്ടുവന്നതിന്റെ പിന്നിലും പ്രബലമായ ശക്തിയായി മാറിയത് കാനത്തിന്റെ പക്ഷത്തിന്റെ തീരുമാനം തന്നെയാണ്. എന്തായാലും നിലവിൽ ഇപ്പോൾ CPIയുടെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് ബിനോയ് വിശ്വമാണ്. പക്ഷേ ബിനോയ് വിശ്വത്തെ തടയിടുവാൻ പോകുന്നത്ര തരത്തിലുള്ള ബലമൊന്നും ഇപ്പോഴും KE ഇസ്മയിൽ പക്ഷത്തിന് ഇല്ല എന്നതാണ് സത്യം. പക്ഷേ CPIയുടെ രീതിയല്ല പിന്തുടർച്ചാവകാശം, CPIയുടെ കീഴ്വഴക്കത്തിലല്ല ബിനോയ് വിശ്വത്തെ ഇരുത്തിയിരിക്കുന്നത്. ഇതിന് മറുപടി കൃത്യമായി വേണമെന്ന് KE ഇസ്മയിൽ ഒരു ആരോപണം ഉന്നയിച്ചാൽ, ഒരു ആവശ്യം ഉന്നയിച്ചാൽ അതിന് മറുപടി പറയുവാൻ CPIയുടെ നേതൃത്വം വല്ലാതെ കുഴയും, വല്ലാതെ വിയർക്കുമെന്നത് നിസ്സംശയം പറയാം. KE ഇസ്മയിലിന്റെ ഈ ആരോപണത്തെ ബിനോയ് വിശ്വം നേരിട്ടത് വളരെ തന്ത്രപരമായിരുന്നു. അദ്ദേഹം ആദ്യം പറഞ്ഞത് ഇസ്മയിൽ അത്തരത്തിൽ പറയില്ല എന്നായിരുന്നു. അദ്ദേഹം അത്തരത്തിൽ പറയുമെന്ന് താൻ വിശ്വസിക്കുന്നില്ല എന്നാണ് ആദ്യം പറഞ്ഞത്. അതിനോടൊപ്പം അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വളരെ തന്ത്രപരമായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ മറുപടി. അദ്ദേഹം അതിനകത്ത് പറഞ്ഞ രണ്ടാമത്തെ കാര്യം രാഷ്ട്രീയപരമായി പക്വമായ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ നല്ല പക്വതയിലെത്തിയ ഒരു നേതാവിന് എന്ത് കാര്യം എവിടെ പറയണം, രാഷ്ട്രീയപരമായി കൂടിയാലോചിച്ച് എടുത്ത ഒരു തീരുമാനത്തെ പൊതുവേദിയിൽ ഇട്ട് പറയരുത് എന്ന കൃത്യമായ ബോധ്യമുണ്ട്. അതുകൊണ്ട് അദ്ദേഹം അത്തരത്തിൽ പറയില്ല എന്നായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ വാദം. എന്തായാലും ബിനോയ് വിശ്വം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രധാനമായി പറഞ്ഞ 3 കാര്യങ്ങളിൽ ഒന്ന്, താൻ തന്റെ പദവിയെ ഒരു പദവിയായി കാണുന്നില്ല, അതൊരു ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം കൃത്യമായി താൻ നിറവേറ്റും. അതിന് താൻ ഒറ്റയ്ക്കല്ല, തന്റെ CPIയിലെ മുഴുവൻ അണികളും മുഴുവൻ നേതാക്കന്മാരും തന്നോടൊപ്പം ഉണ്ടാകും എന്ന ഉറച്ച വിശ്വാസത്തിന്റെ പുറത്താണ് താൻ ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ പോലും CPIയിലെ പ്രധാനപ്പെട്ട KE ഇസ്മയിൽ അടക്കമുള്ള ഒരു പക്ഷം ബിനോയ് വിശ്വത്തിനെതിരാണ് എന്ന്
ഇപ്പോൾ വ്യക്തമായിരിക്കും. രണ്ടാമതായി അദ്ദേഹം പറഞ്ഞത് നിലവിലെ CPIയുടെ അവസ്ഥ വളരെ മോശമാണ്, അത് മെച്ചപ്പെടുത്തിയെടുക്കണം, CPIയെ ശക്തിപ്പെടുത്തിയെടുക്കണമെന്നൊക്കെയാണ് രണ്ടാമതായി പറഞ്ഞ വാദം. അങ്ങനെയാണെങ്കിൽ അവിടെ ഉയരുന്ന മറ്റൊരു സംശയം, കഴിഞ്ഞ കാലങ്ങൾ അത്രയും CPIയെ നയിച്ചുകൊണ്ടിരുന്ന കാനം രാജേന്ദ്രൻ എന്ന നേതാവിന്, കരുത്തനായ നേതാവിന്, നിലപാടുകൾ കൃത്യമായി പറയുന്ന നേതാവിന് CPIയെ വളർത്തിക്കൊണ്ടുവരുവാൻ സാധിച്ചിട്ടില്ല എന്നാണോ അദ്ദേഹം പറയാതെ പറയുന്നത്. രണ്ടാമതായി അദ്ദേഹം പറയുന്നത് CPIയുടെ നിലവിലത്തെ അവസ്ഥ വളരെ ദുർബലമാണ്, ഇനി വരുന്ന ദിവസങ്ങളിൽ CPIയെ കരുത്തുറ്റ ഒരു പാർട്ടിയാക്കി മാറ്റണം എന്നാണ് തന്റെ ഉദ്ദേശമെന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ അവിടെ ഉയരുന്ന മറ്റൊരു ചോദ്യം, കഴിഞ്ഞ കാലങ്ങൾ അത്രയും CPIയുടെ പ്രബലമായ ശക്തിയായി നിന്ന്, CPIയുടെ നേതൃത്വമായി നിന്ന്, നിലപാടുകൾ കൃത്യമായി പറഞ്ഞ് പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിച്ച് നിന്നിരുന്ന കാനം രാജേന്ദ്രൻ എന്ന മനുഷ്യൻ നയിച്ചു കൊണ്ടുപോയ CPI ദുർബലപ്പെട്ട ഒരു പാർട്ടിയായിരുന്നു എന്നുള്ളതാണ്. വോട്ട് ലഭിക്കുന്നത് മാത്രം കണക്കാക്കിക്കൊണ്ട് CPIയെ അളക്കേണ്ട ആവശ്യമില്ല. CPI ജനങ്ങളുടെ ഹൃദയത്തിൽ ഉള്ള ഒരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തെ വളർത്തിക്കൊണ്ടുവരുവാൻ തന്നാൽ കഴിയുന്നതെല്ലാം അദ്ദേഹം ചെയ്യുമെന്നും അദ്ദേഹം പറയുന്നു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ തീരുമാനം പാർട്ടി കൗൺസിൽ അംഗീകരിക്കണം. അത് അംഗീകരിച്ചെങ്കിൽ മാത്രമേ ബിനോയ് വിശ്വത്തെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ആക്കാൻ കഴിയൂ എന്നുള്ളതാണ് കീഴ്വഴക്കം. ഈ വരുന്ന 28-ാം തീയതിയാണ് കൗൺസിൽ കൂടുന്നത്. പക്ഷെ അതിനു മുമ്പ് തന്നെ അദ്ദേഹത്തെ സംസ്ഥാന സെക്രട്ടറിയായി നിയോഗിക്കുകയായിരുന്നു. അപ്പോൾ ഇതിലൊക്കെ ഒരു വിഭാഗത്തിന് കാര്യമായ പ്രതിഷേധമുണ്ട്, ഒരു വിഭാഗത്തിന് കാര്യമായ എതിർപ്പുണ്ട്. അവരത് ഒളിഞ്ഞും തെളിഞ്ഞും മാധ്യമങ്ങളുടെ മുമ്പിലും അല്ലാതെയും ഒക്കെ പറയുന്നുമുണ്ട്, അതിനെതിരായി പ്രവർത്തിക്കുന്നുമുണ്ട്. സംസ്ഥാന എക്സിക്യൂട്ടീവ് എടുക്കുന്ന തീരുമാനം കൗൺസിൽ അംഗങ്ങൾ അംഗീകരിക്കുകയാണ് പതിവ്. അതുകൊണ്ട് തന്നെ ബിനോയ് വിശ്വത്തിനെ അംഗീകരിക്കാനാണ് സാധ്യത. പക്ഷേ ഇസ്മായിൽ ഉന്നയിക്കുന്ന ഈ വിമർശനങ്ങളെ, പിന്തുടർച്ചാവകാശമടക്കം കീഴ്വഴക്കങ്ങൾ അടക്കമുള്ള വിമർശനങ്ങളെ എങ്ങനെ നേരിടും എന്നുള്ളത് പ്രസക്തമായ ഒരു കാര്യമാണ്. ബിനോയ് വിശ്വത്തോടൊപ്പം പാർട്ടി ചർച്ച ചെയ്തിരുന്ന പ്രധാനപ്പെട്ട ഒരു പേരായിരുന്നു പ്രകാശ് ബാബു ഒക്കെ ആദ്യ സമയങ്ങളിൽ ബിനോയ് വിശ്വത്തോടൊപ്പം തന്നെ സംസ്ഥാന സെക്രട്ടറി പദവിയിലേക്ക് എത്തുമെന്ന് ഉറപ്പിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ നേതൃത്വത്തിന് കൂടുതൽ താല്പര്യം ബിനോയ് വിശ്വത്തെ ആയതുകൊണ്ട് പ്രകാശ് ബാബു പിന്തള്ളപ്പെടുകയായിരുന്നു. അദ്ദേഹത്തിന് അതിൽ നീരസം ഉണ്ടായിരുന്നുവെങ്കിലും പാർട്ടി നേതൃത്വത്തെ അദ്ദേഹം അംഗീകരിക്കുകയായിരുന്നു. നിലവിൽ ഇസ്മായിൽ ഉന്നയിച്ചിരിക്കുന്ന ഈ പ്രശ്നത്തിൽ പാർട്ടിക്കുള്ളിൽ വലിയ പ്രശ്നങ്ങളുണ്ടാകും, പാർട്ടിക്കുള്ളിൽ വലിയ പിളർപ്പുണ്ടാകും, സമ്മർദ്ദം ഉണ്ടാകുവാനുള്ള സാധ്യതകൾ വളരെ ഏറെയാണ്. നിലവിൽ ഇസ്മായിലിന്റെ പക്ഷം CPIയിൽ ദുർബലമാണെങ്കിലും അദ്ദേഹം ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ വളരെ വ്യക്തമാണ്, അത് ന്യായമായ ചോദ്യങ്ങളാണ്. ആ ചോദ്യത്തിന് മറുപടി നൽകുന്നതിൽ സംസ്ഥാന നേതൃത്വം വിയർക്കും എന്നത് നിസ്സംശയം പറയാൻ സാധിക്കും.